നമസ്കാരം, എല്ലാവർക്കും ഷെലീസ് മൈക്രോ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഡിഷ് ഒരു സിമ്പിൾ പൊട്ടറ്റോ തോരനാണ്. ഈ തോരൻ എപ്പോൾ ഉണ്ടാക്കിയാലും ഞാൻ എൻ്റെ സ്കൂളിലെ പഴയ കാലം ഓർമ്മ വരും. ഈ പൊട്ടറ്റോ തോരനും മീൻ വറുത്തത് അല്ലെങ്കിൽ മുട്ട പൊരിച്ചത് ഒരു ചമ്മന്തിയൊക്കെ ആയിരിക്കും ചിലപ്പം രാവിലെ എനിക്ക് എൻ്റെ അമ്മ തന്നു വിടുന്നത്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു തോരനാണിത്. കാരണം വെജിറ്റബിൾസ് അവരങ്ങനെ കഴിക്കില്ലല്ലോ. പക്ഷേ പൊട്ടറ്റോ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾ ആരും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഡിഷ് പ്രിപ്പറേഷനിലേക്ക് പോവാം. അതിനു മുമ്പ് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇനിയും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്കും കമൻസും ഒക്കെ അറിയിക്കാനും നിങ്ങൾ മറക്കരുത്. നല്ല വലിപ്പമുള്ളൊരു പൊട്ടറ്റോയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇത് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിരിക്കുന്നതാണ്. നമുക്കിതിൻ്റെ സ്കിന്നൊന്ന് കളയണം. ഞാനിത് പീൽ ചെയ്താണ് എടുക്കുന്നത്. പൊട്ടറ്റോ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മുടെ ഈ പൊട്ടറ്റോ നമ്മളൊരു 4 പീസായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്താണ് എടുക്കുന്നത്. എന്നിട്ട് കനം കുറഞ്ഞ് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. ഈ പീസാക്കിയ പൊട്ടറ്റോ ഞാൻ ഈ അരിയുന്നത് പോലെ വളരെ നേർത്ത് കനം കുറഞ്ഞ് തന്നെ അരിയണം. കുറച്ച് നല്ല മൂർച്ചയുള്ള നൈഫ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പൊട്ടറ്റോ ഫുള്ള് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിതിലെ സ്റ്റാർച്ച് ഒന്ന് കളയണം. ആ സ്റ്റാർച്ച് വെച്ച് നമ്മൾ തോരൻ വെച്ചാൽ അത് സ്റ്റിക്കി ആയിരിക്കും. അത് അങ്ങനെ സ്റ്റിക്കി ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതിലേക്ക് ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കൈവച്ച് വൃത്തിയാക്കി ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിൽ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടും. ഇത് കഴുകി വൃത്തിയാക്കിയ പൊട്ടറ്റോയാണ്. നമ്മൾ ഒരു പ്രാവശ്യവും കൂടി നോർമൽ വാട്ടർ ഉപയോഗിച്ച് വീണ്ടും ഒന്നും കൂടി കഴുകി എടുക്കണം. നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് പോകാൻ വേണ്ടി ഞാനൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അരിപ്പ പാത്രത്തിലേക്ക് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെള്ളം അങ്ങ് മാറ്റിക്കളഞ്ഞാലും മതി. ഒരു നോർമൽ തോരൻ ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ ചതയ്ക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കുറച്ച് തേങ്ങ, ഒരു പിടി തേങ്ങയേ ഉള്ളൂ. ഒരു വലിയ സവാളയുടെ പകുതി നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞതാണിത്. ഒരു പച്ചമുളകും. എന്നിട്ട് ഇത് മൂന്നും കൂടി ഞാൻ നല്ലതുപോലെ കൈവച്ചൊന്ന് അമർത്തി മിക്സ് ചെയ്തതാണത്. ഈ പൊട്ടറ്റോ തോരനിൽ ഇന്ന് ഞാൻ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആ റോ കളർ തന്നെ കിട്ടാൻ വേണ്ടി പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. വെള്ള കളറിൽ വേണ്ട എന്നുണ്ടെങ്കിൽ ചൂടായ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സവാള മിക്സും നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് അടച്ചു വെച്ച് ചെറു തീയിൽ നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ പോവുകയാണ്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മളിതിന് ആഡ് ചെയ്യുന്നില്ല. ഇടയ്ക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ആ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ഉപ്പ് ആവശ്യം വന്നില്ല. അപ്പോൾ ഇവിടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത്ര ഈസിയും സിമ്പിളുമായ തോരൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം. മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.